പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2019 മുതൽ കൊണ്ടുവന്ന സിസ്റ്റമാണ് CBCSS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ കഴിഞ്ഞ ഒരു അക്കാദമിക് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ആദ്യം 4 ഗ്രേഡിംഗ് ആണ്, പിന്നെ 6 ഗ്രേഡിംഗ് ആയി, ഇപ്പോൾ 10 പോയിന്റ് സ്കെയിൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നിലവിലുള്ളത്. അപ്പോൾ അവരുടെ ചില സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവും, ചിലത് വരാത്ത സമയത്ത്. ചിലപ്പോൾ ചില കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ഇതുവരെ വന്ന സെമസ്റ്ററുകളുടെ ടോട്ടൽ CGPA ചോദിക്കും. CGPA SGPA എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിന്റെ ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്. അപ്പോൾ 6 സെമസ്റ്ററിന്റെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ CGPA, കാരണം ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ആ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടോട്ടൽ പേഴ്സൻറ്റേജ് നമുക്ക് അറിയാൻ സാധിക്കുക. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ 4 സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഇതുവരെ വന്ന സെമസ്റ്ററിന്റെ CGPA എത്രയെന്ന് ചോദിക്കും. അപ്പോൾ 4 സെമസ്റ്ററിന്റെ CGPA ലഭിക്കണം. പല വിദ്യാർത്ഥികളും ആ സമയത്ത് കാണിക്കുന്ന ഒരു മാർക്കം എന്ന് പറഞ്ഞാൽ 4 SGPA ആഡ് ചെയ്യും, അതിനെ 4 കൊണ്ട് ഹരിക്കും. അത് തെറ്റാണ്. ചിലപ്പോൾ 6 വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യുക 6 ആഡ് ചെയ്യും, അതിന്ന് 6 കൊണ്ട് ഹരിക്കും. ആ സിസ്റ്റം തെറ്റാണ്. ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് എനിക്കെത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്ന് ഒരു താല്പര്യമുണ്ടാവും അറിയാൻ. അപ്പോൾ നമുക്ക് ഇതുവരെ വന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനം മാർക്ക് ഉണ്ട്, എൻ്റെ CGPA ഇതുവരെ വന്ന റിസൾട്ടിന്റെ CGPA എത്രയെന്ന് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ മാർക്ക് ലിസ്റ്റിന്റെ ഒരു മോഡൽ എടുത്തുകൊണ്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഒരു മോഡലാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളെ നെയിം, പ്രോഗ്രാം നെയിം, രജിസ്റ്റർ നമ്പർ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഭാഗമാണ്. ഇതിൽ ആദ്യം കോഴ്സ് നെയിം ഉണ്ട്, നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ്, നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മളൊരു സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗ്രേഡ് ഒബ്റ്റൈൻഡ് ചെയ്ത് നമ്മൾ ഇന്റേണലും എക്സ്റ്റേണൽ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് തീരുമാനിക്കുന്നത്. ഒരാൾ പാസ്സായിട്ടുള്ളെങ്കിൽ അയാൾക്ക് P ഗ്രേഡ് ആയിരിക്കും. 95-ന് മുകളിലാണെങ്കിൽ O ലഭിക്കും. ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അങ്ങനെ അതിന് താഴേക്ക് വരുംതോറും ഗ്രേഡ് മാറും. പിന്നെ ഗ്രേഡ് പോയിന്റ് O ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് പോയിന്റ് 10 എന്നായിരിക്കും. A+ ആണെങ്കിൽ 9, A ആണെങ്കിൽ 8, B+ ആണെങ്കിൽ 7, B ആണെങ്കിൽ 6, C ആണെങ്കിൽ 5, P ആണെങ്കിൽ 4. ഇങ്ങനെയാണ്. F ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് ഉണ്ടാവില്ല. അതാദ്യം ശ്രദ്ധിക്കുക. പിന്നെ മാർക്ക് ലിസ്റ്റിലുള്ളത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒരു സെമസ്റ്ററിൽ എത്ര, ഓരോ കോഴ്സിന് എത്രയാണ് ക്രെഡിറ്റ് എന്നുള്ളത് അത് നമ്മളെ സിലബസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹയസ്റ്റ് ക്രെഡിറ്റ് ഉള്ള കോഴ്സിന് ഹയസ്റ്റ് മാർക്കായിട്ട് നമ്മളെ പേഴ്സൻറ്റേജിന് അത് ആ രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ് പോയിന്റ്. ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ്, ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് സ്റ്റാറ്റസ്. പാസ്സാണെങ്കിൽ പാസ്ഡ് എന്നുണ്ടാവും, ഫെയിൽ ആണെങ്കിൽ ഫെയിൽഡ് എന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളത് SGPA. ആ SGPA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. SGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടല്ലോ, ആ ക്രെഡിറ്റ് പോയിന്റിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ്. ടോട്ടൽ ക്രെഡിറ്റ് ഒരു സെമസ്റ്ററിലെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയ ക്രെഡിറ്റ് പോയിന്റിനെ ടോട്ടൽ ക്രെഡിറ്റ്, ആ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് കൊണ്ട് ഹരിച്ചതാണ് SGPA. ഇപ്പോൾ ഇവിടെ നമ്മളെ മുന്നിലുള്ള ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്?
ക്രെഡിറ്റ് പോയിന്റ് എത്രയാണ് ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്? ടോട്ടലായിട്ട് 103. അത് ആഡ് ചെയ്താൽ 103 കിട്ടും. അതിൻ്റെ അതേ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് 19 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.42 ആ രീതിയിൽ ലഭിച്ചു. പിന്നെ ഉള്ളത് ഗ്രേഡ് സി ആണ് ലഭിച്ചത്. 4.5നും 5.5നും ഇടയിലാണെങ്കിൽ സി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. നമുക്കിനി എങ്ങനെയാണ് CGPA കാൽക്കുലേറ്റ് ചെയ്യുക? CGPA പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. 2 സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നൊക്കെ ആണെങ്കിൽ 2 സെമസ്റ്ററിനും കൂടി CGPA എത്രയാണ്? 4നാണെങ്കിൽ 4 എത്ര, 6നാണെങ്കിൽ 6 എത്ര, 5 5 എത്ര. അതിൽ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ കാണിച്ച വിദ്യാർത്ഥിക്ക് ആ സെമസ്റ്ററിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 54ആണ്. 5.4നെ എന്താക്കുക, അതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 54.21 ആണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ച പെർസെൻറ്റേജ്. അത് കാണാനുള്ള ഒരു ഫോർമുല ഞാൻ നേരെ കൊടുക്കുകയാണ്. ആദ്യം ഫസ്റ്റ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ക്രെഡിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ് എത്ര, പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ക്രെഡിറ്റ് എത്ര, തേർഡ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു അതിലെ ക്രെഡിറ്റ് എത്ര, ഫോർത്ത് സെമസ്റ്ററിലെ SGPA ഇൻറ്റു അതിലെ ടോട്ടൽ ക്രെഡിറ്റ് എത്ര, ഫിഫ്ത്ത് സെമസ്റ്ററിലെ SGPA ഇൻറ്റു അതിലെ ടോട്ടൽ ക്രെഡിറ്റ് എത്ര, സിക്സ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു അതിലെ ക്രെഡിറ്റ് എത്ര, ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 6 സെമസ്റ്ററിലെ ക്രെഡിറ്റ് ആഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ക്രെഡിറ്റ് പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലെ ക്രെഡിറ്റ് പ്ലസ് തേർഡ് സെമസ്റ്ററിലെ ക്രെഡിറ്റ് പ്ലസ് ഫോർത്ത് സെമസ്റ്ററിലെ ക്രെഡിറ്റ് പ്ലസ് ഫിഫ്ത്തിലെ ക്രെഡിറ്റ് സിക്സ്ത്തിലെ ക്രെഡിറ്റ്. ഓക്കെ, അത് കൊണ്ട് അരിച്ച നമുക്കിവിടെ 4 സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതറിഞ്ഞ ഒരാൾക്ക് 6 സെമസ്റ്ററിൻ്റെത് സുഖമായിട്ട് ചെയ്യാം. 3 സെമസ്റ്റർ അറിഞ്ഞിട്ടുള്ളതെങ്കിൽ 3 സെമസ്റ്ററിന്റെ സുഖമായിട്ട് ചെയ്യാം. നമുക്ക് എത്ര ശതമാനം മാർക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ CGPA എത്ര, പല എക്സാമുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിഞ്ഞ മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 5.421 SGPA ഫസ്റ്റ് സെമസ്റ്ററിൽ ഇൻറ്റു അതിലെ ക്രെഡിറ്റ് 19 പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലത് 5 ആണ്. 5 ഇൻറ്റു ആ സെമസ്റ്ററിലെ ക്രെഡിറ്റ് 21, തേർഡ് സെമസ്റ്ററിലെ SGPA 5.8 അതിലെ ക്രെഡിറ്റ് 20, ഫോർത്ത് സെമസ്റ്ററിലെ 8.6 അതിലെ ക്രെഡിറ്റ് 20, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സെമസ്റ്ററിലെ ക്രെഡിറ്റ് 19, സെക്കൻഡ് 21, തേർഡ് 20, ഫോർത്ത് 20. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 19 ഇൻറ്റു 5.421 103, സെക്കൻഡത്തത് 5 ഇൻറ്റു 21 105, തേർഡ് 5.8 ഇൻറ്റു 20 116, 8.6 ഇൻറ്റു 20 172 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ മുകളിലത്തെ ന്യൂമറേറ്റർ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുക 496. 496 ഡിവൈഡ് ബൈ 80 6.2. 6.2 ആണ് നമ്മുടെ CGPA 4 സെമസ്റ്ററിൻ്റെ. അതിൻ്റെ അർത്ഥം 62% B ഗ്രേഡാണ് നമ്മളെ ടോട്ടൽ ഗ്രേഡ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 6 സെമസ്റ്ററാണ്. ഇതിലേക്ക് ഫിഫ്ത്തിൻ്റെ ഇത് ആഡ് ചെയ്യണം, സിക്സ്ത്തിൻ്റെത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ചില വിദ്യാർത്ഥികൾ ചില സെമസ്റ്ററുകളിൽ ഫെയിൽഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ മാർക്ക് ലിസ്റ്റിൽ SGPA രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ആ സെമസ്റ്ററിൽ. അപ്പോൾ എങ്ങനെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എനിക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവില്ല പല വിദ്യാർത്ഥികളും. ആ സമയത്ത് ചെയ്യേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാസ്സായ സെമസ്റ്ററിലെ സബ്ജക്റ്റുകളുടെ
ക്രെഡിറ്റ് പോയിന്റ് അവൈലബിൾ ആയിട്ടുണ്ടാവും. നമുക്കൊരു മാതൃക നോക്കാം. അതിൽ ഒരു പേപ്പർ ഫെയിൽഡ് ആണ്, ബാക്കിയുള്ള പേപ്പറിന്റെ ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 84 എന്ന് ലഭിക്കും. ആ 84നെ നമ്മൾ ആ പാസ്സായതിന്റെ ക്രെഡിറ്റ് എടുക്കുക. അപ്പോൾ 4നാണ് പാസ്സായത്, 4ത്തിൻ്റെത് 16 ക്രെഡിറ്റ്. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 16 5.25 ആണ് പാസ്സായതിന്റെ എന്ത് നമ്മുടെ ക്രെഡിറ്റ് പോയിന്റ്. 5.25 ആണ് നമ്മുടെ പാസ്സായതിന്റെ SGPA. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ക്രെഡിറ്റ് എത്രയുള്ളൂ, 16 ടോട്ടല് കൂട്ടരുത്. ഓക്കെ, ഇതൊരു 4th സെമസ്റ്ററിലെ ഒരു മാർക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളതൊക്കെ ചെയ്തു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 6th സെമസ്റ്റർ വരുമ്പോൾ 6th സെമസ്റ്ററിനും കൂടി ആഡ് ചെയ്യണം എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.